നമ്മൾ പേഷ്യൻ്റ് ഇവിടുന്ന് ഇൻറ്റുബേറ്റ് ചെയ്യാൻ വേണ്ടി സെഡേറ്റ് ചെയ്തൊക്കെ കൊണ്ടുപോയേക്കുന്നത്. അവിടെ ചെന്നപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് പേഷ്യൻ്റ്. ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എല്ലാം കൊടുത്തിട്ടാണ് കൊണ്ടുപോയത്. ഇൻറ്റുബേറ്റ് ചെയ്തു വെൻറ്റിലേറ്ററിലാക്കി മെഡിക്കൽ ടെസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പേഷ്യൻ്റ് അവിടെ ചെന്നപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അവർ വീണ്ടും അണ്ടർ ആക്കുന്നുണ്ട്. നമസ്കാരം. ശവംവാരി എന്ന് വിളിച്ച് അപമാനിക്കുന്ന ആ ഒരു അനുഭവമൊക്കെ പുറത്ത് പറഞ്ഞുകൊണ്ടാണ് വിനു സോഷ്യൽ മീഡിയയിൽ അടക്കം വളരെ രീതിയിൽ ജനങ്ങളുടെ ഒരു പ്രശംസ നേടിയതും ആ വാർത്ത ആദ്യം കൊടുത്തത് മറുനാടൻ മലയാളി തന്നെയായിരുന്നു. ഇപ്പോൾ എന്തായാലും വല്ലാത്ത വേദന തോന്നുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. വിനുവിൻ്റെ ഭാര്യ ബിൻസി ആയിട്ടുള്ള വിവാഹം നടക്കുന്നത് പോലും മറുനാടൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം പിന്നീട് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലാവുകയും കല്യാണം കഴിക്കുകയുമായിരുന്നു. ഇപ്പോഴെന്തായാലും ഇരുവരും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. നിലവിൽ ആദ്യം എത്തിച്ചത് ജനറൽ ആശുപത്രിയിലായിരുന്നു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ നിന്നും എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുത്തതിന് ശേഷം നേരെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റി. വെൻറ്റിലേറ്ററിലേക്ക് മാറ്റേണ്ട ഒരു ആവശ്യകത ഉള്ളതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് മാറ്റിയതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുറച്ചുകൂടി നേരത്തെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും ഒരു ഗുരുതരാവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് ഇവരെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയ ആംബുലൻസിലെ നേഴ്സ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ പേഷ്യൻ്റ് ഇവിടുന്ന് ഇൻറ്റുബേറ്റ് ചെയ്യാൻ വേണ്ടി സെഡേറ്റ് ചെയ്തൊക്കെ കൊണ്ടുപോയേക്കുന്നത്. അവിടെ ചെന്നപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് പേഷ്യൻ്റ്. ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എല്ലാം കൊടുത്തിട്ടാണ് കൊണ്ടുപോയേക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് അല്ല, ഇപ്പോൾ കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് എല്ലാം കൊടുത്തിട്ടാണ് കൊണ്ടുപോയേക്കുന്നത്. ഇൻറ്റുബേറ്റ് ചെയ്തു വെൻറ്റിലേറ്ററിലാക്കി മെഡിക്കൽ ടെസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പേഷ്യൻ്റ് അവിടെ ചെന്നപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അവർ വീണ്ടും അണ്ടർ ആക്കുന്നുണ്ട്. ഞാൻ കൊണ്ടത് ഒരു പേഷ്യൻറ്റിനെ, ഫീമെയിൽ പേഷ്യൻ്റ്. എന്തായാലും പ്രാർത്ഥിക്കാം. ഒരു വ്യാജ കേസിനെ തുടർന്നിട്ടാണ് ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദത്തിലാവുകയും പിന്നീട് ഈ ആത്മഹത്യയിലേക്ക് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ വിനുവിനെയും ഭാര്യയും എത്തിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ വീട്ടിൽ നിർത്തിയതിന് ശേഷമാണ് ഇരുവരും അതിരാവിലെ തന്നെ ഈ ആംബുലൻസിൽ നേരെ ഹൈക്കോടതിയുടെ അടുത്തേക്ക് എത്തുന്നതും അവിടെ വെച്ചാണ് എനിക്കടക്കം ആലുവ പോലീസ് സ്റ്റേഷൻ CIക്കടക്കം ഈ ഒരു മെസ്സേജ് വേറൊരു നമ്പറിൽ നിന്നായിരുന്നു അയച്ചത്. അങ്ങനെയാണ് നമ്മളെല്ലാം ഈ വിവരം അറിയുന്നത്. വായിച്ചതിന് ശേഷം അപ്പോൾ തന്നെ ഞാൻ കൺട്രോൾ റൂമിൽ അറിയിക്കുകയും എറണാകുളം ACP അറിയിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് പോലീസിൻ്റെ ഒരു സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇവരെ കണ്ടത്. കുറച്ച് താമസിച്ചു എങ്കിലും അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമുക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞത്. നമുക്ക് പ്രാർത്ഥിക്കാം ആപത്തൊന്നും വരാതിരിക്കട്ടെ. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.